ഡേ സെക്കൻഡ് ഇൻ കൊച്ചി. അങ്ങനെ ഒരുപാട് സ്ഥലങ്ങളൊക്കെ കാണണമെന്നും പറഞ്ഞ് തന്നെയാണ് കൊച്ചിയിൽ വന്നത്. പക്ഷേ തകർത്ത മഴയും വെള്ളപ്പൊക്കം ആയതുകൊണ്ട് അങ്ങനെ ഒരുപാട് സ്ഥലങ്ങളൊന്നും പോയി കാണാനൊന്നും നിന്നില്ല. ആലുവയിലോട്ടൊരു ആവശ്യം ഉണ്ടായിരുന്നു, അപ്പോൾ അതിനായിട്ട് പോവുകയാണ് കേട്ടോ. അപ്പോൾ ആലുവ സ്റ്റേഷനിൽ ഇറങ്ങി. അപ്പോൾ ഇറങ്ങുമ്പോൾ താഴെ തന്നെ നമുക്ക് കുറച്ച് ഉപ്പിലിട്ട് കുറേ ഐറ്റംസൊക്കെ ഉണ്ടായിരുന്നു. അപ്പം എനിക്കിങ്ങനെ ഉപ്പിലിട്ട ഐറ്റംസൊക്കെ കഴിക്കാൻ ഒരുപാട് ഇഷ്ടമാണ് കേട്ടോ. അപ്പം ഞാൻ പുതിയതായിട്ടൊരു വെറൈറ്റി ഒരു ഗ്രീൻ ആപ്പിളാണ് എടുത്തത്. ഞാനിത് കഴിച്ചിട്ടില്ല, ഫസ്റ്റ് ടൈമാണ് കഴിക്കുന്നത്. അനിയത്തി ഒരു നെല്ലിക്ക എടുത്തു, അവൾക്ക് വലിയ ഇഷ്ടമൊന്നുമല്ല. ഓക്കെ, ഈ നെല്ലിക്ക അങ്ങനെയുള്ള കാര്യങ്ങൾ തന്നെയാണ്. ഞാൻ കുറച്ച് വെറൈറ്റി ആയിട്ടൊക്കെ ടേസ്റ്റ് ചെയ്യണ കൂട്ടത്തിലുള്ളതാണ്. അങ്ങനെ ഒരുപാട് വെറൈറ്റി ഐറ്റംസൊക്കെ ഉണ്ടായിരുന്നു. ബീട്രൂട്ട്, പിന്നെ ക്യാരറ്റ്, അങ്ങനെ കുറച്ച് പേരക്കയൊക്കെ ഉണ്ടായിരുന്നു. അതിനുശേഷം കുറച്ച് സ്വീറ്റ്സൊക്കെ വാങ്ങിച്ചു, ചോക്ലേറ്റ് വാങ്ങിച്ചു. അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് തന്നെ ഒരു സിൽവറിൻ്റെ ഒരു ജ്വല്ലറി ഉണ്ടായിരുന്നു. അപ്പോൾ ഞാനവിടെ ഒരു ഇയർ റിങ് നോക്കിയായിരുന്നു. അപ്പോൾ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. ബട്ട് റേറ്റ് കാരണം ഞാൻ എടുത്തില്ല. പിന്നെ നമ്മൾ തിരിച്ച് ദേശാഭിമാനിയിലോട്ട് വന്നു. അവിടെ ഒരു പുതിയ ഹോട്ടൽ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അവിടെ കയറി ഫുഡ് കഴിച്ചു. നല്ല ഹോം മെയ്ഡ് ഫുഡൊക്കെ ആയിരുന്നു കേട്ടോ. നമ്മൾ വരുന്ന സമയത്തൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ നമ്മുടെ ദേശാഭിമാനിയിലുള്ള സെൻറ്റ് അന്തോണീസ് ചർച്ചിൽ കയറി. ഞാൻ എപ്പോഴും എറണാകുളത്ത് വരുമ്പോഴേക്ക് ഈ പള്ളിയിൽ കയറാറുണ്ട്. പിന്നെ അതിനുശേഷം നമ്മൾ തിരിച്ച് വീട്ടിലോട്ട് യാത്രയായി. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഗൈസ്. കൂടുതലും സ്ഥലങ്ങളൊന്നും കാണാനൊന്നും പറ്റിയില്ല, മഴയും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട്. അപ്പോൾ വീണ്ടും അടുത്ത വിശേഷങ്ങളായിട്ട് വരുന്നത് വരെ എല്ലാവർക്കും ബൈ ബൈ.